നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ വീണ്ടും ഒരു റിവ്യൂ യൂണിറ്റായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അറിയാം, നമ്മുടെ മലയാളി സബ്സ്ക്രൈബേഴ്സിന് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല, കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ആംപ്ലിഫയർ അല്ല ഇത്. പക്ഷേ ഓടി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടാൻ താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് പുതിയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് വേറെ വകുപ്പില്ല, ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രാൻഡ് അയച്ചു തന്നാണ്. ഐമ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഈ പ്രാവശ്യം നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യാൻ നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുന്ന പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ കുറച്ച് ഓഡിയോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. അപ്പം മറ്റ് വീഡിയോസുകൾ വരുന്നുണ്ട്, നാട്ടിൽ നിന്നുള്ള ആംപ്ലിഫയർ അസംബ്ലിങ്ങിൻ്റെ വീഡിയോസ് നമുക്ക് പ്രശാന്തേട്ടൻ അയച്ചു തരുന്നുണ്ട്. കാരണം പുള്ളിയാണ് ഇപ്പോൾ നമുക്ക് വരുന്ന വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പം പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ ആംപ്ലിഫയർ അസംബ്ലി ആയിട്ട് വീഡിയോസ് നമുക്ക് അയച്ചു തരും. അപ്പം നാട്ടിലുള്ള ആംപ്ലിഫയർ അസംബ്ലിങ്ങിൻ്റെ റിവ്യൂ വീഡിയോസ് നമ്മൾ കുറേശ്ശെ നമ്മുടെ ചാനലിൽ ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ഐമയുടെ 807 Max എന്ന് പറയുന്ന ഈ ഒരു സ്റ്റീരിയോ ക്ലാസ് ഡി ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഏതെങ്കിലും ലെങ്ത് ആക്കി കൊണ്ടുപോകാതെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകാം. അപ്പോൾ ഇത് നമ്മുടെ 4-ാമത്തെയോ 5-ാമത്തെയോ റിവ്യൂ യൂണിറ്റാണ്. കാനഡയിൽ എത്തിയതിനു ശേഷം നമുക്ക് വേറെ കമ്പനി അയച്ചു തന്നെയാണ്. നമ്മൾ ഓൾറെഡി 2-3 പ്രോഡക്റ്റുകൾ നമ്മൾ റിവ്യൂ ചെയ്തു. നമ്മുടെ ഡോക്ക് ഓഡിയോയുടെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ഇവിടെ വന്നിട്ട് ചെയ്യുന്ന ആംപ്ലിഫയറിൻ്റെ റിവ്യൂസിൻ്റെയൊക്കെ ഒരു പ്ലേലിസ്റ്റായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിലേക്ക് വരികയാണെങ്കിൽ ഐമ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. സ്വാഭാവികമായിട്ടും ചൈനീസ് ബ്രാൻഡാകാനാണ് ചാൻസ്. അപ്പം അവരുടെ 807 Max എന്ന് പറയുന്ന ഒരു സ്റ്റീരിയോ ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഇത് മോണോ മോഡിലും വർക്ക് ചെയ്യും. ഇതിൽ കിട്ടാവുന്ന മാക്സിമം ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്, അപ്പം ഇവർ പറയുന്നത് 300 + 300 വാട്ട്സ് സ്റ്റീരിയോ മോഡിലും 600 വാട്ട്സ് മോണോ, അതായത് ബ്രിഡ്ജ് മോഡിൽ 600 വാട്ട്സ് വരെ പുഷ് ചെയ്യുന്നതെന്ന് പറയും. അവർ പറയുന്ന 600 വാട്ട്സ് അല്ലെങ്കിൽ 300 + 300 വാട്ട്സ് കിട്ടണമെങ്കിൽ 48 വോൾട്ട് 12 ആംപിയർ പവർ സപ്ലൈ DC ഇതിലേക്ക് കൊടുക്കണം. അത്രയും കൊടുത്താൽ പോലും അത്രയും വാട്ട്സ് കിട്ടും എന്നുള്ളത് സംശയമാണ്. കാരണം നമുക്ക് വെറുതെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എക്സ്പെരിമെൻ്റലി ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് നമുക്കിവിടെ മെഷീനറീസോ കാര്യങ്ങളൊന്നും ടൂൾസൊന്നും നമ്മുടെ കയ്യിലില്ല. സോ ചിലപ്പോൾ നമ്മളിപ്പം ഇവർ തന്നിരിക്കുന്ന പവർ സപ്ലൈ 36 വോൾട്ട് 5 ആംപിയർ ആണ് ഇവർ തന്നിരിക്കുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത്. അത് വെച്ച് കൊടുത്ത് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 60 + 60 വാട്ട്സ് ആയിരിക്കും ചിലപ്പോൾ മാക്സിമം ഈ ഒരു ആംപ്ലിഫയറിൽ നിന്ന് പുഷ് ചെയ്യാൻ പറ്റുന്നത്. ബ്രിഡ്ജ് ചെയ്ത് മോണോ മോഡിലേക്ക് മാറ്റുകയാണെങ്കിൽ മാക്സിമം നമുക്ക് ചിലപ്പോൾ ഒരു 120 വാട്ട്സോ അല്ലെങ്കിൽ 100 വാട്ട്സോ ആയിരിക്കും ചിലപ്പോൾ മാക്സിമം കിട്ടും. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ 300 വാട്ട്സ്, അതായത് ഇതിന് കിട്ടാവുന്ന ഏറ്റവും ടോപ്പ്, അതായത് 2 ohms ലോഡും എല്ലാം ചെയ്ത് അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർ സപ്ലൈയിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് മാക്സിമം പുഷ് ചെയ്ത വാട്ടേജ് ആയിരിക്കാം 300 + 300 അല്ലെങ്കിൽ 600 വാട്ട്സ്. എന്തായാലും ഇതെന്തായാലും അത്രയും വാട്ട്സ് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പം ഒരിക്കലും ഞാൻ ഈ വീഡിയോയിൽ കൂടെ പവർ തള്ളി വിടുന്നതല്ല, പറയുന്നതല്ല. അവർ തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻ ജസ്റ്റ് വായിച്ചു എന്ന് മാത്രം. ഒരിക്കലും 300 വാട്ട്സ് കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആംപ്ലിഫയർ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ബോക്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ബോക്സാണ്. ഫ്രണ്ടിൽ നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ഇമേജും കൊടുത്തിട്ടുണ്ട്. 2 ചാനൽ പവർ ആംപ്ലിഫയർ എന്നും 2 ചാനൽ 300 വാട്ട്സ് പെർ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. 807 Max നമ്മുടെ മോഡലും കൊടുത്തിട്ടുണ്ട്. വളരെ ചെറുതാണ്, കൈക്കുള്ളിലിരിക്കുന്ന ഒരു ആംപ്ലിഫയറാണ്. ബാക്കിലായിട്ട് ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, കമ്പനി എവിടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചൈനീസ് തന്നെയാണ്, സ്വാഭാവികമായിട്ടും ആണ് വരുന്നത്. എല്ലാ ആംപ്ലിഫയറിലും വരുന്ന പോലെ തന്നെ സെയിം ടിപ്പിക്കൽ ക്ലാസ് ഡി ആംപ്ലിഫയറിൻ്റെ പാക്കിംഗ് ആണ് വരുന്നത്. യൂസർ മാനുവൽ വരുന്നുണ്ട്. നമുക്ക് എല്ലാ ക്ലാസ് ഡി ആംപ്ലിഫയറിൻ്റെ യൂസർ മാനുവൽ ഒരുപോലെ തന്നെയാണ്. കാരണം ഇതിനകത്ത് കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും, പിന്നെ കുറേ Q&A ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം അതിനകത്ത് Q&A ഉണ്ടെന്നുള്ളത്. ഇവിടെ കുറച്ച് Q&A ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ആംപ്ലിഫയറുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ, ബേസിക് ആയിട്ടുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കും. പിന്നെ ഇതിനകത്ത് ഒരു വെറൈറ്റി തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ്, പിന്നെ അതുപോലെ തന്നെ FFT, അതുപോലെ തന്നെ SNR, THD വാല്യൂസ് ഒക്കെ കിട്ടുന്നതിൻ്റെ ആ ഒരു സിസ്റ്റം വെച്ച്, സോഫ്റ്റ്വെയർ വെച്ച് ചെക്ക് ചെയ്യുന്നതിൻ്റെ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പ്രൂഫ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെ കണക്ട് ചെയ്യണം, ബാക്കി ഔട്ട്പുട്ട് വാല്യൂസ് അവരിവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന വാട്ടേജ് എത്ര ലോഡ് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതൊക്കെ ഇവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അവരുടെ വാറണ്ടി കാർഡാണെന്ന് തോന്നുന്നു, ചൈനീസ് ഭാഷയിലൊക്കെ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ആംപ്ലിഫയറും പവർ സപ്ലൈയും ആണ്. ഇതിനകത്ത് ആക്ച്വലി ഇതൊരു പ്രീ ആംപ്ലിഫയർ സെക്ഷനൊന്നും ഇല്ലാത്തൊരു ആംപ്ലിഫയറാണ്. ജസ്റ്റ് ഓഡിയോ ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പവർ സപ്ലൈ ഔട്ട്പുട്ട്. നോക്കുകയാണെങ്കിൽ അത് 36 വോൾട്ട് 6 ആംപിയറിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പവർ ബ്രിക്ക് ഇതിൽ അവർ കൊടുത്തിട്ടുള്ളത്.
നോർമൽ ഈ ടൈപ്പ് പിൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതിൻ്റെ AC കേബിൾ ഇവിടെ കാനഡയിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് പ്ലഗാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇത്ര ഐറ്റംസേ ഉള്ളൂ ഇതിനകത്ത്. ആക്ച്വലി ഇത്രയേ ഉള്ളൂ, ചെറിയ ആംപ്ലിഫയറാണ്. ഞാൻ വർക്ക് ചെയ്യിച്ച് നോക്കിയില്ല, കുറച്ച് ദിവസമായി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് D ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഈ ഒരു കൈക്കുള്ളിലും തിരിക്കാനുള്ള ഒരു ആംപ്ലിഫയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് D ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഐമയുടെ A07 Max എന്ന് പറയുന്ന ആംപ്ലിഫയർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ കൺട്രോൾ മാത്രമേ ഉള്ളൂ. വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒറ്റ നോബ് മാത്രമേ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുള്ളൂ. അതിൽ തന്നെ നമ്മുടെ പണ്ടത്തെയൊക്കെ റേഡിയോയിൽ വരുന്ന പോലത്തെ ഒരു ഓൺ ഓഫ് സ്വിച്ചോട് കൂടി വരുന്ന ഒരു കൺട്രോളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ കഴിയും. ഓണാവുന്നു, ഇതിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്നു. അത്രയാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു LED ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ കഴിയുന്നുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോണോ മോഡാണോ സ്റ്റീരിയോ മോഡാണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ ഒരു 2 LED ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെയായിട്ടാണ് ഇതിൻ്റെ മോണോ ടു സ്റ്റീരിയോ മോഡ് മാറ്റുന്ന അവിടെ അവർ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവർ പറയുന്ന സപ്ലൈ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മോണോ മോഡിലിടുമ്പം ഇവർ തന്നിട്ടുള്ള സപ്ലൈ അനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു 190 വാട്ട്സ് ആണ് മോണോ സ്റ്റേജിൽ കിട്ടുന്നത്. സ്റ്റീരിയോ വരുമ്പോൾ നമുക്കൊരു 90+90 വാട്ട്സ് എന്നുള്ള രീതിയിലൊക്കെയാണ് സ്റ്റീരിയോ സെഷനിൽ വരുന്നതാണ് ഇവർ പറയുന്നത്. പിന്നെ ഫുൾ മെറ്റൽ ബോഡിയിലാണ് ഇവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു യൂണി ബോഡി ഡിസൈൻ ഒന്നുമല്ല, ഫ്രണ്ടിൽ മാത്രമായിട്ടൊരു സെപ്പറേറ്റ് ഭാഗം വന്നിട്ടുണ്ട്. അതൊരു ആഷ് കളർ വന്നിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. നോർമൽ RCA ഇൻപുട്ടാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരു ഓക്സ് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്സ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 3.5 mm സോക്കറ്റ് ഇട്ടിട്ടാണ് ഒരു ഓക്സ് ഔട്ട്പുട്ട് കൊടുത്തിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ നമ്മുടെ സ്പീക്കർ ഔട്ട്പുട്ട് ബനാന സോക്കറ്റ് ഇട്ടിട്ടാണ് സ്പീക്കർ ഔട്ട്പുട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ DC അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ളത് 24 വോൾട്ട് മുതൽ 48 വോൾട്ട് വരെ DC ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇനി ഈ ഒരു സെറ്റിൻ്റെ പവർ ആംപ്ലിഫയർ സെഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് TPA 3255 എന്ന് പറയുന്ന IC ആണ് ഇതിലെ ക്ലാസ് D പ്ലാറ്റ്ഫോമിൽ അവർ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈ സെഷനിൽ ഒരു 63 വോൾട്ട് റുബിക്കോണിൻ്റെ ഒരു കപ്പാസിറ്ററും ഉപയോഗിച്ചിട്ടുള്ളത്. ക്വാളിറ്റി കോമ്പണൻസ് ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. SMD ടൈപ്പ് PCB ആണ് ഇതിൽ വരുന്നത്. നോർമൽ ചൈനീസ് ക്ലാസ് D ആംപ്ലിഫയർ തന്നെയാണ് ഇത്. ഇനി നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഇത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് പറയേണ്ടത് ഞാനിതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കുന്നത്. കുഴപ്പമില്ല, പക്ഷേ ഭയങ്കര സംഭവമായിട്ടും തോന്നിയില്ല. കാരണം നമുക്കത് ട്യൂൺഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടല്ല ഇതിലേക്ക് കൊടുത്തത്. അപ്പം നമുക്കിപ്പോൾ ഇവിടെ ഒരു ടോൺ ബോർഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ബേസ് ട്രിപ്പിൾ മിഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഇതിനുള്ള പവർ സപ്ലൈ 12 വോൾട്ട് DC സപ്ലൈ എനിക്ക് വേണം. അപ്പോൾ ഞാനത് വാല്യൂ വില്ലേജിൽ നിന്നാണ് ഒരു 12 വോൾട്ട് അഡാപ്റ്റർ ഒപ്പിച്ചിട്ട് നമുക്ക് ഇതുകൂടി കണക്ട് ചെയ്തിട്ട് ഈ ആംപ്ലിഫയറിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എത്രത്തോളം നമുക്ക് പവർ നമുക്ക് ഇത് കിട്ടുന്നുണ്ടോ നമുക്ക് നമ്മുടെ വലിയ ബോക്സിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നുകിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ടോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു കുഞ്ഞൻ ആംപ്ലിഫയറിനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.